അപ്പോൾ ഹലോ ഗൈസ്, നമ്മൾ മറ്റൊരു ലൈവ് സ്ട്രീമിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കറന്റ് 41 പ്ലേയേഴ്സ് ജോയിൻഡ് ആണ്. 14 പ്ലേയേഴ്സ്, 10 more minutes ടു ജോയിൻ. അപ്പോൾ ടീംസ് എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. ടീം നമ്പർ 24 ടീം നമ്പർ 24 ടീം നമ്പർ 24 അപ്പോൾ എൽഎസ്ഡിയുടെ മച്ചന്മാരെന്ന് കാണത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൽഎസ്ഡിയുടെ മച്ചന്മാരെന്ന് കാണത്തില്ല. നമുക്ക് കറന്റ് 45 പ്ലേയേഴ്സ് ജോയിൻഡ് ആണ്. താഴെ നിന്ന് വരാം. 24 നമ്മുടെ റെക്സിന്റെ പിള്ളേരാണെന്ന് തോന്നുന്നു. റെക്സിന്റെ പിള്ളേർ എത്തിയിട്ടില്ല. അപ്പോൾ ടീം നമ്പർ 24-ന് സ്ലോട്ട് 23 ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്ലേയേഴ്സ് എത്തുന്നുണ്ട്. 24-ൽ നമ്മുടെ അക്കീം, ഫിനിക്സും ബാറ്റ്സ്റ്റാറും നിൽപ്പുണ്ട്. അവർ 23-ൽ ജോയിൻ ചെയ്യുമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ 24 നമ്മുടെ റെക്സിന്റെ പിള്ളേർക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ പ്ലീസ് അവരങ്ങോട്ട് മാറണം. 22-ൽ നമ്മുടെ ചങ്സിന്റെ പിള്ളേർ എത്തുന്നുണ്ട്. പ്രോസുരേഷും ചങ്സും സ്കെച്ച് കോപാലും ഡീൻ സെൽവരാജും എത്തുന്നുണ്ട്. 20-ൽ നമ്മുടെ എൻറ്റോനിയുടെ പിള്ളേർ എത്തുന്നുണ്ട്. ബിയോ വെനം ജോയിൻ ചെയ്യുന്നുണ്ട്. വിയോ വെനം ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ 19-ൽ നമ്മുടെ MGHന്റെ പിള്ളേർ എത്തുന്നുണ്ട്. നിഞ്ചയും മിസ്റ്റർ ഡ്രാഗും എത്തുന്നുണ്ട്. ഓക്കെ, സ്ട്രീം കണക്ഷൻ നോട്ട് സ്റ്റേബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. എന്ത് സീനാണെന്നൊരു പിടിയില്ല. നമ്മുടെ ചങ്സിന്റെ ടീമിൽ ഒരാൾ വന്നിപ്പുണ്ട്. പ്രോ സുരേഷ് എന്നൊരാൾ വന്നിപ്പുണ്ട്. പുള്ളി കിക്ക് ചെയ്യാനാണ് പറയുന്നത്. പുള്ളി കിക്ക് ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മുടെ റെക്സിന്റെ പിള്ളേർ എത്തുന്നുണ്ട്. സബ്ലിമിനലും ലിമിനലും ഓന്ത് ഗോപാലും ഷിഡ്ബിജും റെച്ച് ബൈക്കും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 22-ൽ നിന്ന് പ്രോ സുരേഷിനെ കിക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പ്രോ സുരേഷിനെ കിക്ക് ചെയ്യണം പെട്ടെന്ന് തന്നെ. വിയോ വാനം ജോയിൻ ചെയ്യുന്നുണ്ട് N20-ക്ക് വേണ്ടി. ID പാസ് കിട്ടുമോ ചോദിക്കുന്നുണ്ട്. ബ്രോ ഇത് ഓൾറെഡി ബുക്ക്ഡ് സ്ലോട്ട്സ് ആണ് ബ്രോ. സ്പാരോ ഗെയിമിംഗ് ID പാസ് കിട്ടുമോ ചോദിക്കുന്നുണ്ട്. സ്പാരോ ഗെയിമിംഗ് നമ്മുടെ ബ്ലാക്കിന്റെ പിള്ളേർ തന്നെയാണോ? ടീം ബ്ലാക്ക്. ബ്രോ പ്ലേ സം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചോദിക്കുന്നുണ്ട്. ബ്രോ ആഗ്രഹമുണ്ട് ബ്രോ, പക്ഷെ പ്രസീനം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ കുറച്ച് കാര്യം കൊണ്ടായതുകൊണ്ട് അത് ഇതായിപ്പോ, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ബ്രോ നമുക്ക് സെറ്റ് ചെയ്യാം ബ്രോ. നമ്മുടെ ഓബിയസ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ സീനില്ല, നമ്മളെല്ലാം റെഡിയാക്കുന്നതായിരിക്കും. അഡ്മിൻ എനിക്ക് ഒരു കാര്യം ചെയ്യണം. അഡ്മിൻ ദയവ് ചെയ്ത് നമ്മുടെ ജോയിൻ ചെയ്ത പ്ലേയേഴ്സിന്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എനിക്ക് കൺഫേം തരാനായിട്ട്. പ്ലീസ് എല്ലാവരും ചെക്ക് ചെയ്യണം. 65 പ്ലേയേഴ്സ് ജോയിന്റ് ആണ്. 65 പ്ലേയേഴ്സ് ജോയിന്റ് ആണ്. നമുക്ക് നോക്കാം ഒന്നുകൂടെ. ഞാനൊന്ന് ടീമിനെ ഇൻട്രൊഡ്യൂസ് ശേഷം മാത്രമേ നമ്മുടെ അഡ്മിൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യാവൂ. ഡെൽറ്റ ഉയർന്ന് പറയുന്നുണ്ട്. അഭിജിത് ബാബു ബ്രോ വെൽക്കം ടു സ്ട്രീം ബ്രോ. സ്പാരോ ഗെയിമിംഗ് ബ്രോ വെൽക്കം ടു സ്ട്രീം ബ്രോ. സ്പാരോ ഗെയിമിംഗ് നമ്മുടെ ടീം ബ്ലാക്ക് ആണോ ബ്രോ? ടീം ബ്ലാക്ക് ആണോ? ടീം ബ്ലാക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഓൾറെഡി ആഡ് ഇട്ടിട്ടുണ്ട് ബ്രോ. എൻജിച്ച് 2 പേര് എത്തുന്നുണ്ട്. 7th ഡേയുടെ സാത്താൻ സേവിയർ ജോയിൻ ചെയ്യുന്നുണ്ട്. ബിലാൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കർണൻ ജോയിൻ ചെയ്യുന്നുണ്ട്. സാത്താൻ സേവിയർ ജോയിൻ ചെയ്യുന്നുണ്ട്. ലെവൽ മിനിമം 30 വേണം ബ്രോ. 30. ബിലാൽ ജോയിൻ ചെയ്യുന്നുണ്ട്. 7th ഡേ നമ്മുടെ കർണനും ജോയിൻ ചെയ്യുന്നുണ്ട്. അഡ്മിൻസ് ഒന്ന് ചെക്ക് ചെയ്യുക, കാരണം എനിക്കിത് ലേറ്റ് ആവും, വീണ്ടും ഡിലേ എടുക്കും.
കണ്ണ് കേൾക്കുന്നുണ്ട് ബ്രോ. ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. എക്സ്പാൻഡബിൾ ഗെയിംസ്, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. മാഡിന്റെ പിള്ളേരെല്ലാം എത്തുന്നുണ്ട്. സിൻഡിക്കേറ്റും സില്ലി ഗായും മാരിയോയും ഗോട്ട്ലിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിയുടെ പിള്ളേർ എന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ സൈക്കോയും ഡോക്ടർ ഒപ്പിയും വിഷ്ണുവും സുജിത്തും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം വോൾട്ടേജിന് വേണ്ടി സാർക്കോയും ഈഗിളും പ്രബിയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഫ്യൂസിന്റെ പിള്ളേർ എന്ന് ഫുൾ വോൾട്ടേജിൽ എത്തുന്നുണ്ട്. നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേരെല്ലാം ജോയിൻ ചെയ്യുന്നുണ്ട്. ഫ്യൂസ് ഒപ്റ്റിമസും വൈപ്പർ ഓപ്പിയും സ്പൈറോയും എമിക്സ് കോഡ് വൈറ്റിയും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 12 നമ്മുടെ FLSന്റെ പിള്ളേരുണ്ട്. നമ്മുടെ മിസ്റ്റർ ആദിയും മാർട്ടലും ജോണിയും ഫ്രാവിയോയും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 11 ഏത് ടീമാണ്? ടീം നമ്പർ 11 നമ്മുടെ റോഗിന്റെ പിള്ളേരാണോ? അത് റോഗിന്റെ പിള്ളേരാണോ? ടീം നമ്പർ 11 ഡെൽറ്റയുടെ ഒരു പ്ലെയർ ജോയിൻ ചെയ്യുന്നുണ്ട്. പ്ലീസ് അവിടെ റോഗിന്റെ പിള്ളേർ ജോയിൻ ചെയ്യുന്നതാണ്. പ്ലീസ് അഡ്മിൻ 11 നിന്ന് പ്ലെയറിനെ കിക്ക് ചെയ്യുക. ടെന്നിൽ നമ്മുടെ PRSന്റെ പിള്ളേർ എത്തുന്നുണ്ട്. നമ്മുടെ PRSന്റെ ഫയർമാനും ഫ്രോസ്റ്റും പെന്നിയും സോളും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 8 കർമ്മയുടെ പിള്ളേർ എത്തുന്നുണ്ട്. RRT6ഉം ബിലീവറും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 7 ഹണ്ടറും റോക്സറും ഷിക്കാരും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 6 നമ്മുടെ ഡിഫൻസ് ലൈനപ്പായ ഹാർലിക്യൂനും ജോക്കറും വിന്ററും അക്കിലീസും ജോയിൻ ചെയ്യുന്നുണ്ട്. ടീം നമ്പർ 4 MW പിള്ളേരുണ്ട് എത്തുന്നുണ്ട്. ആട് തോമയും ഫ്രോസ്റ്റും പപ്പും അഞ്ഞൂറാനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഗൈസ്, നിങ്ങൾ കറക്റ്റ് സ്ലോട്ടിൽ മാഡിന്റെ ഹെൽഫെയർ സ്ലോട്ട് 2 നിൽക്കുകയാണ്. ദയവേത് സ്ലോട്ടിലോട്ട് പോവുക. കാരണം ബാക്കി അവിടെ ജോയിൻ ചെയ്യുന്ന പ്ലേയേഴ്സിന് അവിടെ ജോയിൻ ചെയ്യാൻ പാടായിരിക്കും. ഷിബി തയ്യൽ ബ്രോ എന്ന് പറയുന്നത്. യെസ് ബ്രോ, പറഞ്ഞോ ബ്രോ. ബ്രോ നിങ്ങൾക്ക് ഐഡി കിട്ടിയില്ല ബ്രോ. ടീം ബ്ലാക്ക് അല്ലേ നിങ്ങൾ? മാഡിന്റെ ഹെൽഫെയർ ദയവ് ചെയ്ത് നമ്മുടെ നിങ്ങളുടെ സ്ലോട്ടിലോട്ടൊന്ന് ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം ഇത് സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്ലോട്ട് 2 പബ്ലിക് സ്ലോട്ട് അല്ല ബ്രോ. ഹെൽഫെയർ ഇത് പബ്ലിക് സ്ലോട്ട് അല്ല ബ്രോ. ഓ ബ്ലാക്ക് റൂം ഐ ഡി ഇടാമല്ലോ ബ്രോ. ഇടാം. അഡ്മിൻസ് പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ സ്ലോട്ട് ചെക്ക് ചെയ്ത് നിൽക്കുക. കാരണം നമ്മുടെ സ്ലോട്ട് 2 നിൽക്കുന്ന ഹെൽഫെയർ പബ്ലിക് സ്ലോട്ടാണെന്ന് കരുതായിരിക്കും പുള്ളി ജോയിൻ ചെയ്തിരിക്കുന്നത്. സ്ലോട്ട് 2 പബ്ലിക് സ്ലോട്ട് അല്ല. ദയവ് ചെയ്ത് അത് നമ്മുടെ NH9 പിള്ളേർക്കുള്ളതാണ്. NH9 പിള്ളേർക്ക് ജോയിൻ ചെയ്യാനുള്ള സ്ലോട്ടാണ്. അതുപോലെ തന്നെ NH9 മോട്ടോ ബഗ് ഹോൾഡ് ചെയ്യാണ്. പെട്ടെന്നാവട്ടെ. അഡ്മിൻ പെട്ടെന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ NH9 മോട്ടോ ബഗ് ഹോൾഡ് ചെയ്യാണ്. മോട്ടോ ബഗിന് കാരണം അവരുടെ സ്ലോട്ടിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ടീംസിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. മാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഉടനെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, NH9 മോട്ടോ ബഗിന് ജോയിൻ ചെയ്യാം. പെട്ടെന്ന് ജോയിൻ ചെയ്യാം ബ്രോ. യെസ്, മോട്ടോ ബഗ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്ലോട്ട് ടീംസിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മുടെ ടീം ബ്ലാക്കിന്റെ പിള്ളേരോട് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരോട് ജോയിൻ ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്ന് 1 മിനിറ്റ് ബ്രോ, സ്റ്റാർട്ട് ചെയ്യാം ബ്രോ. ഞാൻ ടീമിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ബ്രോ. വൈപ്പർ ഓപ്പി ബ്രോ, സ്റ്റാർട്ട് ചെയ്യാം. 1 മിനിറ്റ് ബ്രോ. നമുക്ക് ഒന്നുകൂടെ താഴെ നിന്ന് വരാം. ടീം നമ്പർ 24 24 വിയോ എണ്ണത്തിന് കിക്ക് ചെയ്യണം. അഡ്മിൻ വിയോ നമ്മുടെ 24 വിയോ അല്ല, നമ്മുടെ 24 പ്രോ സുരേഷ് റൈനെ കിക്ക് ചെയ്യണം. ഇതാ എന്തൊക്കെയോ സംഭവിക്കുന്നു, ഒരു പിടിയില്ല. ഓക്കെ, നമ്മുടെ MJHന്റെ പിള്ളേരെല്ലാം തന്നെ എത്തുന്നുണ്ടല്ലോ. നമ്മുടെ ഭ്രാന്തനും മാസ്കും മിസ്റ്റർ ഡ്രാഗും നിഞ്ചയും ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാഡിന്റെ പിള്ളേരെല്ലാം തന്നെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിയുടെ പിള്ളേർ ഡോക്ടർ ഓപ്പിയും സൈക്കോയും വിഷ്ണുവും സുജിത്തും ജോയിൻ ചെയ്യുന്നുണ്ട്. ടൈം ബ്ലാക്കിന് വേണ്ടി ബ്ലാക്ക് ജെന്നും ഷാൻ റാവുത്തറും ജോയിൻ ചെയ്യുന്നുണ്ട്.
ടീം വോൾട്ടേജിന് വേണ്ടി നമ്മുടെ വോൾട്ട് ബ്ലൂ ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീം നമ്പർ 11 നമ്മുടെ റോഗിന്റെ പിള്ളേരാണ്. ലോക്കി എത്തുന്നുണ്ട്. ലോക്കി ആണെന്ന് തോന്നുന്നു. ടീം നമ്പർ 9 ഇതൊക്കെ ഏത് സ്ലോട്ടാണെന്നൊരു പിടിയില്ലല്ലോ. ബ്രോ സ്റ്റാർട്ട് ചെയ്യാൻ ബ്രോ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലോട്ട്സ് മാറി മാറി കയറുന്നുള്ളതുകൊണ്ട് ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. NH9 പിള്ളേരെല്ലാം എത്തുന്നുണ്ട്. ഡിലൂഡും മോട്ടോബഗും ടേസറും നർക്കോക്സും എത്തുന്നുണ്ട്. ഒമേഗ ഗെയിമിന് വേണ്ടി കുട്ടാപ്പിയും ലിംപസും ഗോബ്സും ജോയിൻ ചെയ്യുന്നുണ്ട്. ഡെൽറ്റയ്ക്ക് വേണ്ടി 314806 മർദുങ്ക ബോസ് 4777 ജോയിൻ ചെയ്യുന്നുണ്ട്. ഡെൽറ്റ ഉയർന്ന് പറയുന്നുണ്ട്. എന്റെ മോനെ ഒരുപാട് പേര്. നമ്മുടെ ആതിര വിനോദ് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം. അരവിന്ദ് ബ്രോ ഡെൽറ്റ പൊളി എന്ന് പറയുന്നുണ്ട്. ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. വൈപ്രോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ബ്രോ. ഷിബിതൽ കമ്മിങ് ബ്രോ എന്ന് പറയുന്നുണ്ട്. ദിൻഷ സഫർ ഹായ് പറയുന്നുണ്ട്. ഹായ് ബ്രോ ഹായ്. ആദിൻ രാജ് CR ഡെൽറ്റ എന്ന് പറയുന്നുണ്ട്. ബ്രോ വെൽക്കം ടു ദ സ്ട്രീം. സീനില്ല ബ്രോ എല്ലാം മതി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് എസ് ബ്രോ. അത് തന്നെയാണ് വലിയ സമാധാനം ബ്രോ. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് സമാധാനം. ടീം 21 ഇത് ഏതാണ്? സ്പിൻസ് ഇതൊക്കെ ഏത് ലൈനപ്പ് എന്ന് പോലും അറിയത്തില്ല ബ്രോ. ഷിറ്റ്. ഓക്കെ, നമ്മൾ മാച്ച് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇന്ന് ആകെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പായി പോയെന്ന് തോന്നുന്നു. എനിക്ക് ഏതൊക്കെ ലൈനപ്പ്, ഒരുപാട് ലൈനപ്പിൽ മിസ്സായത്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സ് മാറി കയറിയിരിക്കുകയാണ്. എന്തായാലും മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. നമ്മൾ 2 minutes ലേറ്റ് ആയിപ്പോയി. സോറി ഫോർ ദ ഡിലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്ന് നമുക്ക് കറന്റ് 74 പ്ലേയേഴ്സ് ജോയിന്റ് ആണ്. 74 അല്ല, ഇന്ന് നമ്മുടെ ഇത് കൂടുതലാണ്. 77 പ്ലേയേഴ്സ് ജോയിന്റ് ആണ്. 78, 79, 80 പ്ലേയേഴ്സ് ജോയിന്റ് ആണ്. അപ്പോൾ സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക. 11 പേര് വാച്ച് ചെയ്യാണ്. നമുക്ക് വെറും 3 ലൈക്സ് ആയിട്ടുള്ള. ഒരു ഡിസ്ലൈക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ ഇടയ്ക്ക് 2 ഡിസ്ലൈക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ മോനെ പൊളി. പൊളി. 13 പേര് വാച്ച് ചെയ്തതിൽ 4 ലൈക്കും 2 ഡിസ്ലൈക്ക് തന്നിരിക്കുകയാണ്. എനിവേസ് 13 പേര് കണ്ടുകൊണ്ടിരിക്കുന്നവർ സ്ട്രീം ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ദയവേത് ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അറിയായിരിക്കും റൂം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് എന്തായാലും അറിയായിരിക്കും. സ്വന്തം ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രോസ്. ഐം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും, വേറെ ഏതെങ്കിലും ടീംസ് ജോയിൻ ചെയ്യുമ്പോൾ അവരെ കിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അവരുടെ ആ പ്ലേസിൽ തന്നെ വീണ്ടും ഒരാൾ വരും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്റെ മോനെ ലൈക്ക് പൊളി. 21 വാച്ചിങ് ആണ്. 12 ലൈക്ക് ഇതുവരെ വന്നിരിക്കുകയാണ്. പൊളി. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫ്ലൈറ്റ് പോകുന്നത് നമ്മുടെ മിലിറ്ററി ബേസ് പ്രിമോസ്ക് പോച്ചിങ്കി റൂയിൻസ് വഴി നമ്മുടെ സെവർണി ഷൂട്ടിംഗ് റേഞ്ചിലാണ് ഇന്നത്തെ ഫ്ലൈറ്റ് എൻഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ അടുത്ത അവിടെ ജോർജോ പൂൾ ഉണ്ട്. എൻ്റെ മോനെ ചങ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട് ബ്രോ. അർജുൻ ബിജു ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട്. ഹായ് ബ്രോ, വെൽക്കം ടു ദി സ്ട്രീം ബ്രോ. FLS അബ്രാം FLS എന്ന് പറയുന്നുണ്ട്. ബ്രോ വെൽക്കം ടു ദി സ്ട്രീം. വിസാഡ് ഗെയിമിംഗ് ഡീസൻസ് വിസാഡിനെ കുറിച്ചൊരു വേർഡ് എന്ന് പറയുന്നത്. ഡീസൻസ് വിസാഡ് പൊളിയല്ലേ, നമ്മുടെ ചങ്കാണ്, നമ്മുടെ ചങ്ക് മച്ചമ്പിയാണത്. റൈബൻ ഗെയിമിംഗ് ചങ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ബ്രോ. ഫുള്ള് മാറിയൊക്കെ കയറി പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ. എന്ത് ചെയ്യാനാണ്, നമ്മൾ സ്ലോട്ട്സ് ഓൾറെഡി കൊടുത്തതാണ്. പക്ഷെ അവർ മിക്ക ടീംസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ കിക്ക് ചെയ്താൽ അവർ വീണ്ടും അവിടെ തന്നെ വരും ബ്രോ. അതാണ് നിങ്ങൾ കുറച്ച് നേരത്തെ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ബ്രോ. D7 ഉയർന്നാദരവിനത് പറയുന്നുണ്ട്. എനിവേ കിടിലൻ 7 ബ്രോ 0 ബ്രോ. എന്തായാലും ബുദ്ധിമുട്ടുണ്ടായിട്ടോ ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. നമ്മുടെ പിള്ളേരെല്ലാം എന്തായാലും ഇറങ്ങുന്നുണ്ട്. ഇവിടെ നമ്മുടെ 21ഉം 4ഉം 3ഉം ഏതൊക്കെ ടീം ഇറങ്ങുന്നുണ്ട് ഇവിടെ നമ്മുടെ സ്പിൻ ബിയർ, ലിൻസിൽ, റൈഡൻ, കൊമിക് പാണ്ട അവരൊക്കെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവിൽ ID ഇടുമ്പോഴത്തേക്കും ഇത് വേറെ കുറെ ആൾക്കാരും ജോയിൻ ചെയ്തതാണ് പ്രശ്നം വരുന്നത്. ഇവിടെ നമ്മുടെ നൊട്ടോറിയസ്, സ്രാൻ റാവുത്തർ, അക്കി അളക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ FLSന്റെ പിള്ളേർ ഇവിടെ തന്നെ ഇറങ്ങുന്നത്. FLSന്റെ പിള്ളേർ മാർട്ടിന് ഓൾറെഡി കണ്ണ് കിട്ടിയിരിക്കുകയാണ്. ഫ്രാവി കണ്ണ് കിട്ടിയിട്ടില്ല. മിസ്റ്റർ ആദ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജോണിക്ക് കണ്ണ് കിട്ടിയിരിക്കുകയാണ്. ജോണിക്ക് സ്കാറിൽ ഇട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ വേറെ ഫൈറ്റിന് വരാൻ സാധ്യത. കാരണം നമ്മുടെ ടീം നമ്പർ 21 അപ്പുറത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ FLS ഹോൾഡ് ചെയ്യുന്നുണ്ട്. FLSന് ഓൾറെഡി കണ്ണ് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ടീം നമ്പർ 9 എല്ലാവരും 3 പ്ലേസിലാണ്. ഒരു അടി വന്നു കഴിഞ്ഞാൽ റിവൈവിങ്ങിന് ബുദ്ധിമുട്ടായിരിക്കും.
FLSന്റെ പിള്ളേർക്ക് ഓൾറെഡി ഗണ്ണ് കിട്ടിയിരിക്കുകയാണ്. അവർ ഫുൾ സെറ്റായിട്ട് വരാണ്. റോക്സ്റ്റാർ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ മോനെ റോക്സ്റ്റാറിന് സപ്പോർട്ടായിട്ട് ആൾക്കാർ എത്തുന്നുണ്ടല്ലോ. പൊളി. റോക്സ്റ്റാർ കറക്റ്റ് സമയത്ത് തന്നെ എക്സിറ്റ് ആയിരിക്കുകയാണ്. റോക്സ്റ്റാർ ആഡ് ചെയ്തിട്ടില്ല. ആകെ ഹണ്ടറും ഷിക്കാരി മാത്രമാണ് നമ്മുടെ റീസൺസിന്റെ സെക്കൻഡ് ലൈനപ്പിലുള്ളത്. റോക്സ്റ്റാർ ജോയിൻ ചെയ്തിട്ടില്ല. റോക്സ്റ്റാർ എക്സിറ്റ് ആയി പോയിരിക്കുകയാണ്. റോക്സാറിനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. റോക്സാർ എന്നത് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കും. എന്റെ മോനെ പൊളി. ഷിക്കാരി ഇവിടെ ഒറ്റയ്ക്കാണുള്ളത്. അവിടെ സർക്കിൾ അവർ ആരും തന്നെ ഇല്ല. ഇവിടത്തെ ഫൈറ്റ് എന്താവും നോക്കാം. ഡീസൻസ് ഏതെങ്കിലും ടീമിനെ കാണണമെങ്കിൽ നിങ്ങളിപ്പോൾ പറയുക. കാരണം എനിക്ക് ഫൈറ്റ് വന്നതിനാൽ എനിക്ക് മിസ്സായി പോവും. വേറെ നമുക്ക് ആരെ നോക്കാം. സിയുടെ പിള്ളേരെ നോക്കിയിട്ട് വരാം. MJHനെ കാണിക്കാം ബ്രോ. MJHനെ കാണിക്കാമല്ലോ. കാണിക്കാം. MJH അവിടെ പോയി. MJHന്റെ പിള്ളേരിന്ന് നമ്മുടെ സെവർണിയിലല്ലല്ലോ ഇറങ്ങിയത്. അവരെന്ന് മാറിയാണ് ഇറങ്ങിയിരിക്കുന്നത്. പൊളി. അവരെന്ന് നമ്മുടെ വാട്ടർ സിറ്റിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. MJHന്റെ പിള്ളേരെല്ലാം വാട്ടർ സിറ്റിയിലാണ്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും കറലി വരല്ല. അവർ സേഫാണ്. നമ്മുടെ ഭ്രാന്തൻ ഉണ്ട് ഇവിടെ നിൽപ്പുണ്ട്. മാസ്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ഡ്രാഗ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. D7ന്റെ അല്ല സോറി നമ്മുടെ അക്കി നമ്മുടെ മാഡിന്റെ പിള്ളേർ തമ്മിൽ അടിക്കുന്നുണ്ടല്ലോ. മാഡിന്റെ സില്ലികയെ അടിച്ച് തീർത്തിരിക്കുകയാണ് അവിടെ. ടീം നമ്പർ 24ഉം ടീം നമ്പർ 17ഉം തമ്മിലുള്ള ഒരു ഫൈറ്റ് അടക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നമ്മുടെ FLSന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. FLSന്റെ പിള്ളേർ അടിക്കുന്നുണ്ടല്ലോ. FLSന്റെ പിള്ളേര് FLSന്റെ പിള്ളേർക്കിട്ട് തിരിച്ചൊരു ടാഗ് വരുന്നുണ്ട്. നമ്മുടെ സ്പിൻ റൈഡർ അടിക്കുന്നുണ്ട്. നമ്മുടെ FLSന്റെ FLSന്റെ പിള്ളേർ റിവൈവ് ചെയ്യാണ്. ജോണിയും മാർട്ടലും ജോണി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ടീം നമ്പർ 21 ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. മാർട്ടൽ അവിടെ നോക്ക്ഡാണ്. അവിടെ അക്കിലീസ് നമ്മുടെ സിയുടെ വിഷ്ണുവിനെ അടിച്ച് നോക്കിയുന്നുണ്ട്. അതുപോലെ തന്നെ വിന്റർ നമ്മുടെ വിഷ്ണുവിനെ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഉസിയിട്ട് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ടാസർ അടിക്കുന്നുണ്ട്. നമ്മുടെ ഷിഡ്ബിജിൻ അടിക്കുന്നുണ്ട്. റൈഡൻ അവിടെ ജോണി അടിച്ച് നോക്കിയിരിക്കുകയാണ്. അവിടെ NH9 അടിക്കുന്നുണ്ട്. നമ്മുടെ ലോക്കി അടിക്കുന്നുണ്ട്. അവിടെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോണി അടിച്ച് നോക്ക് ചെയ്തിരിക്കുകയാണ്. ജോണി നോക്ക്ഡാണ്. നമ്മുടെ സ്പിൻ റൈഡൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഷോട്ട് ഗണ്ണായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടാസർ അവിടെ ഷിഡ്ബിച്ചിന് നേരിട്ട് തീർത്തിരിക്കുകയാണ്. ഡോക്ടർ ഓപ്പി അടിക്കുന്നുണ്ട്. ഡോക്ടർ ഓപ്പി നമ്മുടെ അക്കിലീസ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ആദ്യം ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജോണി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജോണി നോക്ക്ഡാണ്. മാർട്ടൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാർട്ടൽ എനിക്ക് ഒരു ടാഗ് കൊടുത്തു എന്നാണ് തോന്നുന്നത്. നമ്മളെ ജോണി റിവൈവ് ചെയ്യാനുള്ള ചാൻസ് ആണെന്ന് തോന്നുന്നത്. ബിയർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിൻസിൽ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിൻസിൽ ഓൾറെഡി നല്ല ഡാമേജ് ആണ്. എനിക്ക് ലൈഫ് ഒന്നും കിട്ടിക്കാണത്തില്ല. മെഡിക്കിറ്റ് ഒന്നും കിട്ടിക്കാണത്തില്ല. റൈഡൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൊമിക് പാണ്ട ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കൊമിക് പാണ്ട നമ്മുടെ മറ്റേ ടവറിന്റെ അടുത്തേക്കാണ് പോകുന്നത്. NH9 മോട്ടോബക്കിനെ അവിടെ അടിക്കുന്നുണ്ട്. മോട്ടോബക്കിന് ഇതെന്താണ്, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. എന്തായാലും NH9ന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ടേസറും രണ്ടുപേരും മാത്രമാണുള്ളത്. നമ്മുടെ NH9ന്റെ 2 പ്ലേയേഴ്സ് ഓൾറെഡി ഫിനിഷ് ആയിരിക്കുകയാണ്. NH9ന്റെ നാർക്കോക്സും NH9 കയറി ഒരു പുഷ് എടുക്കാനുള്ള ട്രൈ എടുക്കുകയാണ്. നാർക്കോക്സ് കയറുന്നുണ്ട്. നാർക്കോക്സിനെ അവിടെ UMP ഇട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നാർക്കോക്സിനെ നമ്മുടെ ലോക്കി അവിടെ UMP ഇട്ട് ഫിനിഷ് നോക്ക് ചെയ്തിരിക്കുകയാണ്. ടാസനെ ബാക്ക് ചെയ്യുന്നു. ടാസൻ നല്ലൊരു തിരിച്ചൊരു ഫൈറ്റ് കൊടുത്തതാണ്. പക്ഷേ ലക്കില്ലാണ്ടായി പോയി. നമ്മുടെ ടാസൻ അവിടെ സൈക്കോ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ടാസൻ നമ്മുടെ ടോമിനെ ഫിനിഷ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. അതായത് NRS നമ്മുടെ N20 ടോമിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവിടെ വീണ്ടും അടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ N20 പിള്ളേർ നമ്മുടെ N20 മറ്റു ലൈനപ്പ് 2 ലൈനപ്പ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വിയോവേനത്തിന് ഇട്ട് നല്ല ടാഗ് കൊടുത്താണ്. വിയോവേന അവിടെ നോക്കായിരിക്കണം. നമ്മുടെ ഫോക്സ് നമ്മുടെ വിയോവേനത്തിന് നോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ സ്പിൻ ബിയർ നമ്മുടെ FLSന്റെ പിള്ളേരെ അടിച്ച് തീർക്കുന്നുണ്ട്. N20 ഫോക്സ് നമ്മുടെ വിയോവേനത്തിന് നോക്ക് ചെയ്തിരിക്കുകയാണ്. വിയോവേനത്തിന് സുഖമായിട്ട് റിവൈവ് ചെയ്തെടുക്കാൻ സീനില്ല. FLSന്റെ പിള്ളേരായിട്ടുള്ള ഫൈറ്റ് വീണ്ടും നടക്കാൻ. FLSന്റെ പിള്ളേർ അവിടെ ആദ്യം മാത്രമാണുള്ളത്. എന്തായാലും മുകളിൽ കൊമിക് പാണ്ട ഉണ്ട്. അത് കണ്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ ബാക്കി എല്ലാവരും ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മുടെ FLSന് വേണ്ടി ഇനി ആദ്യം മാത്രമാണുള്ളത്.
FLSനെ അടിച്ചിരിക്കുന്ന നമ്മുടെ ഷിൻസോ അങ്ങനെ എന്തോ പറയുന്ന ടീമാണ്. സ്പിൻ സ്പിയർ ഇവിടെ 3 കില്ലുമായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിൻസിൽ TM 0 കിൽസുമായിട്ട് നിൽപ്പുണ്ട്. സ്പിൻ പ്രൈഡൻ 0 കിൽസുമായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൊമിക് പാണ്ട 0 കിൽസുമായിട്ട്. ബിയർ എന്ന് പറയുന്നത് നമ്മുടെ കൊമിക്കിലെ ബിയർ തന്നെ ആയിരുന്നു ബ്രോ, ഒന്ന് കൺഫേം ചെയ്യണേ ബ്രോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ സ്ലോട്ട് കയറാൻ പറ്റത്തില്ല ബ്രോ, കാരണം നിങ്ങൾ ഒരു സ്ലോട്ട് ഒരു ക്ലാൻ അല്ലല്ലോ ബ്രോ. കുഴപ്പമില്ല, കാരണം നമ്മളിതിൻ്റെ അകത്ത് ക്ലാൻ റോൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാം, സീനില്ല. നമ്മുടെ കൊമിക് പിയറിനെ ആണോ ഒന്ന് കൺഫേം ചെയ്യുന്നത്? നമ്മുടെ പിയർ കണ്ട ഒരു 3 കില്ലെടുത്ത് OP ആയിട്ട് നിൽപ്പുണ്ട്. കമൻട്രി വേറെ ലെവൽ എന്ന് പറയുന്നുണ്ട്. ആതിരവിനോ താങ്ക് യു താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. അവിടെ ബാറ്റ്സുകാർ അടിക്കുന്നത് ഏതൊക്കെ ടീം അടിക്കുന്നു ഒരു പിടിയില്ല. ഇവിടെ എൻ്റെ 2-3 ലൈനപ്പ് ഇവിടെ നിൽപ്പുണ്ട്, ഒരു പിടിയില്ല. മിസ്റ്റർ ആദി ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും മിസ്റ്റർ ആദി നമ്മുടെ നെൻസിലൊക്കെ ഓൾറെഡി നല്ല ടാഗ്ഡ് ആണ്. ബാക്കിൽ നമ്മുടെ നൊട്ടോറിയസും അവരെന്തായാലും ഫൈറ്റ് എടുക്കുന്നില്ല, അവർ പോവാണ് അവിടെ നിന്ന്. അവരെന്തായാലും ഫൈറ്റ് അല്ല. എൻ്റെ മിസ്റ്റർ ആദിയും സ്പിൻസും തന്നെ. കൊമിക് ബിയർ എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോനെ കൊമിക് ബിയർ, എൻ്റെ മോനെ ഒരുപാട് നാളെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മച്ചാനെ കാണാനില്ല എന്ന്. എനിവേ നമ്മുടെ കൊമിക് ബിയർ അല്ലെങ്കിൽ നമ്മുടെ സ്പിൻസ് ബിയർ ഇസ് ബാക്ക്. നമ്മുടെ നെൻസിലിനെ ടാഗ് ചെയ്യുന്നു, നെൻസിലിനെ സ്കോപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ മിസ്റ്റർ ആദി. ലോലോപ്പി MJH എന്ന് പറയുന്നത് MJHനെ കാണിക്കാം ബ്രോ. MJHന് വേറെ ഫൈറ്റ് ഒന്നും ഇല്ലായിരുന്നു ബ്രോ. അവിടെ വാട്ടർ സിറ്റിയിലാണ് അവർ ലൂട്ടുന്നത്. മിക്കവാറും മിസ്റ്റർ ആദിയെ കാണുമെന്ന് തന്നെയാണ് തോന്നുന്നത്. മിസ്റ്റർ ആദി ഓടാണെങ്കിൽ അവർ ഫൈറ്റ് കണ്ടുപിടിക്കും. ലോലോപ്പി MJH വരുന്ന പറയുന്നുണ്ട്. പിന്നെ അല്ല, MJH തന്നെയാണ്. MJH കിടിലൻ കളി തന്നെയാണ്. എല്ലാ ടീംസും കിടിലൻ കളി തന്നെയാണ്. അവിടെ നമ്മുടെ സ്പിൻ സ്പിയറും പാണ്ടയും അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിസ്റ്റർ ആദി താഴെയുള്ളവരെ അവർക്ക് എന്തായാലും അറിയാൻ പറ്റും, കാരണം എന്തായാലും ഫുട് പ്രിന്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ നെൻസിലും റൈഡനും അപ്പുറത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും കാണാനുള്ള ചാൻസ് കൂടുതലാണ്. യെസ്, അവർ ഇറങ്ങി വരികയാണ്. നമ്മുടെ പാണ്ടയും നമ്മുടെ ബിയറും കൂടെ ഇറങ്ങി വരികയാണ്. ഇനി നമ്മുടെ ആദ്യം എന്തായാലും പോകുന്നു. ചങ്ക്സ് സേഫ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചങ്ക്സ് സേഫ് ആണല്ലോ ബ്രോ, നോക്കാം ബ്രോ, ഞാൻ നോക്കാം. OP കമന്ററി ബ്രോ എന്ന് പറയുന്നുണ്ട്. ലോലൻ OP താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. മിസ്റ്റർ ആദ്യം അവിടെ ഒറ്റയ്ക്ക് ഹോൾഡ് ചെയ്യാണ്. എന്തായാലും നമ്മുടെ 4 പ്ലേയേഴ്സ് അപ്പുറത്ത് തന്നെ ഉണ്ട്. ചാൻസ് കുറവാണ്, എങ്കിലും നമുക്ക് കണ്ടറിയാം നമ്മുടെ മിസ്റ്റർ ആദ്യം 4 പേരെ വൈപ്പ് ചെയ്യില്ല, നമുക്ക് കണ്ടു അറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു കിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് മിസ്റ്റർ ആദിക്ക് ചാൻസ് കുറവാണ്. ഓൾറെഡി നല്ലപോലെ ഡാമേജ്ഡ് ആണ്. മോർ സർപ്രൈസസ് കമ്മിങ് ഓൺ D7 ചാനൽ എന്ന് പറയുന്നുണ്ട്. പിന്നെ അല്ല, ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട് സുരേഷ്. ഹായ് ബ്രോ. ഒമേഗ ഗെയിമിംഗ് എവിടെയും ചോദിക്കുന്നുണ്ട്, കാണിക്കാം ബ്രോ. നമുക്കിനി ചങ്സിനെ നോക്കിയിട്ട് വരാം. ജംഗ്ഷന്റെ പിള്ളേര് ജംഗ്ഷൻ വേറെ ഫൈറ്റ് ഒന്നും വരാനില്ല ബ്രോസ്. അവര് സേഫാണ്. അവര് നമ്മൾ എവിടെയാണുള്ളത്? ഇവര് നമ്മുടെ എവിടെയാണ്? നമ്മുടെ പ്രൊമോസ്ക്ക് പോകുന്ന വഴിക്കുള്ള സംഭവമാണ്. ആ ഒരു കുറച്ച് സ്പേസിലാണ് അവരുള്ളത്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും വരാനില്ല. എല്ലാവരും ലൈവാണ്. സ്കെച്ച് ഗോപാൽ നിൽപ്പുണ്ട്, സ്കോർപ്പിയോൻ സാറ നിൽപ്പുണ്ട്, ഡീൻ സെൽവരെ നിൽപ്പുണ്ട്, ചങ്സ് നിൽപ്പുണ്ട്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും വരാനില്ല, അവർ സേഫാണ്. പിന്നെ നമുക്ക് ചെല്ലാനുള്ളത് നമ്മുടെ റെട്രോ പബ്ജിയുടെ 2 പ്ലേസ് മാത്രമാണ്. 555ഉം 111 നിൽക്കുന്നത്. കീപ് ഗോയിങ് ഫോർ ബ്രോ, ഫുൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അവിടെ സിയുടെ പിള്ളേർ അടിക്കുന്നുണ്ടോ എൻ്റെ മോനെ. സിയുടെ ജോക്കർ നമ്മുടെ സൈക്കോ അടിച്ച് തീർത്തിരിക്കുകയാണ്. ഐക്കോ അടിച്ച് ഫിനിഷിരിക്കുകയാണ്. ജോക്കർ അവിടെ ഹോൾഡ് ചെയ്യാണ്. നമ്മുടെ ബാറ്റ്സ് അവിടെ നോക്കുകയാണ്. ബിയോ വെനത്തിനെ അടിച്ച് നോക്ക് ചെയ്യുന്നുണ്ട്. സുജിത്ത് ഇവിടെ ഹോൾഡ് ചെയ്യും. സിയുടെ സുജിത്ത് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. സുജിത്ത് എനിക്ക് ഒറ്റയ്ക്കാണ് ഇനിയുള്ളത്. ബാക്കി സിയുടെ പ്ലേയേഴ്സ് എല്ലാം നോക്ക്ഡ് ആണ്. ബാക്കിൽ നമ്മുടെ ഒമേഗ ഗെയിമിന്റെ പിള്ളേരുണ്ട്. ഒമേഗ ഗെയിമിന്റെ പിള്ളേർ ഇവിടെ തന്നെ ഉണ്ട് ബ്രോ. നമ്മുടെ ജോജോപൂൾ സിറ്റി തന്നെ ഉണ്ട്. വിന്ററും ഹാർലിക്വിനും മാത്രമുള്ളത്. നമ്മുടെ അക്കിലിസിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ അക്കിലിസിനെ ഫിനിഷ് ചെയ്തിട്ടാണ് നമ്മുടെ സൈക്കോ പോയിരിക്കുന്നത്. ബാക്കിൽ ജോക്കർ നല്ലൊരു നെയ്ഡ് ഹുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അത് കണക്ട് ആവാൻ നോക്കാം. എൻ്റെ മോനെ ജോക്കർ നമ്മുടെ സുജിത്തിനെ അങ്ങനെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഒരു OP നേടിയിട്ട് നമ്മുടെ സിയുടെ പിള്ളേർ വൈപ്പായിരിക്കുകയാണ്. കുഴപ്പമില്ല ബ്രോസ്, നമുക്ക് നാളത്തെ കളി തിരിച്ചു പിടിച്ചിരിക്കും. ഫുൾ ഓൺ പവറിന് നമ്മുടെ സിയുടെ പിള്ളേർ തിരിച്ചു വന്നിരിക്കും. എനിവേസ് ഇനി ഇവിടെ ഫൈറ്റ് നടക്കുന്നു. 3 vs 4 ക്ലച്ചിനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ ഗോപ്സിനെ നമ്മുടെ ഹാർലിക്വിൻ അടിച്ച് നോക്ക് ചെയ്തിരിക്കുകയാണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊളി കളി തന്നെയായിരുന്നു. ഹാർലിക്വിൻ മുകളിൽ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ നിന്നാണ് നമ്മുടെ ഗോപ്സിനെ അടിച്ച് നോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ ഒമേഗ ഗെയിമിന്റെ പിള്ളേർ ഫുള്ളായിട്ട് അവിടെ തന്നെ ഉണ്ട്. അവരെന്തായാലും നമ്മുടെ ക്യാപ്റ്റൻ ഗോപ്സിനെ റിവൈവ് ചെയ്തെടുക്കും. ജോക്കർ 2 കില്ലുമായിട്ട് നിൽപ്പുണ്ട്. വിന്റർ വാണ്ടർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലിംബസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലിംബസ് നമ്മുടെ ഗോപ്സിനെ റിവൈവ് ചെയ്യുന്നുണ്ട്. കുട്ടാപ്പി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അഹമ്മദ് ഇവിടെ ഉണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടീം തന്നെയാണോ ബ്രോസ്? എനിക്കൊരു പിടിയില്ല, കാരണം നോർമലി ഒമേഗ ഗെയിമിന്റെ ടോറസ് ഒക്കെയാണ് വരാനുള്ളത്. എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് നമുക്ക് നോക്കാം. PRS ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. FLSനെ കാണിച്ചായിരുന്നു ബ്രോ. FLSന്റെ മിസ്റ്റർ ആദ്യം മാത്രമേ ഉള്ളൂ ബ്രോ. ബാക്കി എല്ലാവരും വൈപ്പായിരിക്കുകയാണ്. ഓടെ എൻഡൻഡി ആയിട്ട് അടിക്കുന്നുണ്ടല്ലോ.
N20 ആയിട്ട് അടിക്കുന്നുണ്ട് ടീം. അതായത് നമ്മുടെ പബ്ലിക് സ്ലോട്ടിലെ പിള്ളേരും N20 ആയിട്ട് അടിക്കുന്നുണ്ട്. എന്റെ മോനെ ലോക്കി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സൈക്കോ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, സൈക്കോ ഇവിടെ N20 സൈക്കോ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആനോണിന് റിവൈവ് ചെയ്ത് അടിക്കാതിരിക്കാനല്ലോ. ആനോൺ റിവൈവ് അല്ല, ആനോൺ നല്ല ഡാമേജ് ആയിരുന്നു തോന്നുന്നു. അല്ല, ആനോണ്ട് ബാക്കിൽ നിന്ന് ഫൈറ്റ് വരാണ്, ബാക്കിൽ നിന്ന് അടി വരികയാണ്. എന്തായാലും കവർ ചെയ്തൊന്ന് അടിക്കും എന്തായാലും ഉറപ്പായിട്ടും. ആനോൺ കറങ്ങി വന്നിരിക്കുകയാണ്. ഒരു OP മൂവ്മെന്റ് തന്നെയായിരുന്നു, പക്ഷേ ചാൻസ് എല്ലാം ഉണ്ടായിപ്പോയി. നമ്മുടെ ലോക്കി നമ്മുടെ ആനോനെ അടിച്ച് നോക്ക് ചെയ്തിരിക്കുകയാണ്. ആനോൺ ഫിനിഷ് ആയിരിക്കുകയാണ്. ലോക്കി നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആനോൺ നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ് എടുത്തത്, പക്ഷേ ചാൻസ് എല്ലാം ഉണ്ടായിപ്പോയി. ബാറ്റ് സ്റ്റാർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാറ്റ് സ്റ്റാർ നമ്മുടെ നമ്പർ 1 ആണോ ബാറ്റ് സ്റ്റാർ? അതെ, നമ്മുടെ പബ്ലിക് ഷോട്ടിൽ ജോയിൻ ചെയ്തത് ബാറ്റ് സ്റ്റാർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബാറ്റ് സ്റ്റാർ മാത്രമാണ് പബ്ലിക് ഷോട്ടിലുള്ളത്. നമ്മുടെ N20 പിള്ളേർ ഫുൾ ഓൺ പവർ നിൽപ്പുണ്ട്. വിയോവേനം 3 കിലോ മാറ്റം, സൈക്കോ 2 കിലോ മാറ്റം, ലോക്കി 2 കിലോ മാറ്റം നിൽപ്പുണ്ട്. അവിടെ ഫ്യൂസിന്റെ പിള്ളേർ അടിക്കുന്നുണ്ടല്ലോ. ടീം നമ്പർ 8 എന്റെ മുന്നേ സ്പൈർ ഓപ്പിയും നമ്മുടെ സാത്താൻ സേവനം നോക്കി ഇത് ഫിനിഷ് ചെയ്തിരിക്കാൻ എമിസ്കോട്ട് വൈപ്പ് ടീം വൈപ്പർ ഓപ്പിയും. അവിടെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കോർപ്പിയന്റെ സാറയും സോളോ PRSനെ അടിക്കുന്നുണ്ട്. നമ്മുടെ ചങ്സിന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. നമ്മുടെ PRSന്റെ പിള്ളേർ ചങ്സിന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ഫയർമാൻ PRS അവിടെ ചങ്സിനെ തീർത്തിരിക്കുകയാണ്. ആദ്യ പ്ലേ സോണിൽ തീർന്നിരിക്കുകയാണ്. നമ്മുടെ FLSന് വേണ്ടി ആദ്യ പ്ലേ സോണിൽ വൈപ്പായിരിക്കുകയാണ്. ഫയർമാൻ PRS നമ്മുടെ സ്കെച്ച് ഗോബനെ അടിച്ച് തീർത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചങ്സ് അവിടെ വൈപ്പായിരിക്കുകയാണ്. ചങ്സിന് നമ്മുടെ PRSന്റെ പിള്ളേർ അടിച്ച് വൈപ്പായിരിക്കുകയാണ്. ബിലാൽ നല്ല ടാഗ് കൊടുക്കുന്നു. അതായത് നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേരും അതുപോലെ തന്നെ നമ്മുടെ 7th ഡേയുടെ പിള്ളേരും തമ്മിലുള്ള ഫൈറ്റ്. എമിസ്കോട്ട് ഫൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ വൈപ്പർ ഓപ്പി വരുന്നുണ്ട്. നമ്മുടെ കർണാനിട്ട് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ എമിസ്കോട്ട് ഫൈറ്റ് നോക്കിയിരിക്കാൻ ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മുടെ വൈപ്പർ ഓപ്പി നമ്മുടെ 7th ഡേയുടെ 2 പിള്ളേരെയും അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ ഫുൾ ഓൺ പവർ തന്നെയാണുള്ളത്. നല്ലൊരു മൂവ്മെന്റ് തന്നെയായിരുന്നു. ഒരു ഫ്ലാങ്ക് ചെയ്ത് കറക്റ്റ് പൊസിഷൻ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 4 പ്ലേയേഴ്സ് സ്റ്റിൽ അലൈവ് ആണ്. നമ്മുടെ ഫ്യൂസും 7th ഡേയും തമ്മിലുള്ള ഫൈറ്റിൽ നമ്മുടെ 7th ഡേക്ക് ഇന്ന് ലക്കിലുണ്ടായിപ്പോയി. അങ്ങനെ നമ്മുടെ 7th ഡേ വൈപ്പായിരിക്കുകയാണ്. കുഴപ്പമില്ല ബ്രോസ്, അവർ വീണ്ടും ഫുൾ ഓൺ പവർ തിരിച്ചു വരെ നമുക്ക് പ്രതീക്ഷിക്കാം. നാളെ അവരുടെ മറ്റൊരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. സോ ബ്രോസ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് ആസ്. ഫ്യൂസിന്റെ പിള്ളേർ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 കിലോമീറ്റർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും കറന്റ് വരാനില്ല. ഏതൊക്കെ ടീമിനെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. എന്റെ മോനെ ബിയറെ കാണിക്കാം ബ്രോ. ഫ്യൂസ് ഉണ്ട് ബ്രോ. PRSനെ കാണിച്ചിട്ട് PRSന്റെ പിള്ളേർ ഒരു വൈപ്പൊക്കെ അതിന് നിൽപ്പുണ്ട്. PRSന്റെ പിള്ളേർ ചങ്സിന്റെ പിള്ളേർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ് നമ്മുടെ ചങ്സിന്റെ പിള്ളേർക്ക് ഇന്ന് ലക്കിലുണ്ടായിപ്പോയി. അവര് ഫുള്ള് വൈപ്പായിരിക്കാണ്. PRSന്റെ പിള്ളേർ നമ്മുടെ ചങ്സിന്റെ പിള്ളേർ വൈപ്പായിരിക്കാണ്. ചങ്സിന്റെ പിള്ളേർ ഒട്ടൊന്നും വിഷമിക്കേണ്ട, നമുക്ക് നാളത്തെ മാച്ച് തിരിച്ചു പിടിക്കാം. ഫയർമാൻ 2 കിലോമീറ്റർ നിൽപ്പുണ്ട്. സോൾ 1 കിലോമീറ്റർ നിൽപ്പുണ്ട്. ഫ്രോസ് 0 കിൽസുമായിട്ട് നിൽപ്പുണ്ട്. പെന്നി 1 കിലോമീറ്റർ നിൽപ്പുണ്ട്. അവർക്കും ഇനി കറന്റ് വേറെ ഫൈറ്റ്സ് ഒന്നും വരാനില്ല. ഇനി നമുക്ക് അറിയേണ്ടത് എന്റെ മോനെ ഈ കളിയും അവസാനം ഒരുപാട് ടീംസ് ജോയിൻ ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അവരുടെ അടുത്തേക്ക് നമ്മുടെ ടീം ബ്ലാക്ക് വരുന്നുണ്ട്. ടീം ബ്ലാക്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. ടീം ബ്ലാക്കിന്റെ ജിന്നും സ്പാരോയും മാത്രമാണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ PRSന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ടീം ബ്ലാക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ 2 പ്ലേയേഴ്സ് മാത്രമാണുള്ളത്. അവർക്ക് വേറെ കറന്റ് ഇപ്പോൾ വേറെ ഫൈറ്റ് ഒന്നും വരാനില്ല. ബ്രോ ബ്ലാക്കിനെ കാണിച്ചിട്ടുണ്ട്, PRSനെ കാണിച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതാണ് നമ്മുടെ D7ന്റെ പിള്ളേർ എന്താണെന്ന് നോക്കാം നമുക്ക്. D7ന്റെ ഷിക്കാരിയും D7ന്റെ ഹണ്ടർ എന്താ നമ്മുടെ സർക്കിയൊക്കെ ലൂട്ട് ചെയ്ത് പതുക്കെ വരുന്നുണ്ട്. പതുക്കെ നമ്മുടെ ജോർജ് പോളിന്റെ സിറ്റി സൈഡിലോട്ട് പോയിരിക്കുകയാണ്. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ D7ന്റെ പിള്ളേർ ഒമേഗ ഗെയിമിന്റെ പിള്ളേരും തമ്മിലുള്ള ഫൈറ്റിനുള്ള ചാൻസ് ഉണ്ട്. യെസ്, നമ്മുടെ ഒമേഗ ഗെയിമിന്റെ പിള്ളേരെ അവർ ഫൈൻഡ് ചെയ്തിരിക്കുകയാണ്. കുട്ടാപ്പിയോടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാർലിക്വിന്റെ സ്പോട്ടിലേക്ക് എന്റെ മോനെ കുട്ടാപ്പിയെ നോക്കിയിരിക്കുകയാണ്. ഹാർലിക്വിന്റെ ഒരു OP ഒരു ഡീപ്പ് ഇട്ടുള്ള ഷോട്ടായിരുന്നു. കുട്ടാപ്പിയുടെ നോക്കായിരിക്കുകയാണ്. ഹാർലിക്വിൻ നമ്മുടെ ഹെൽമെറ്റ് അടിച്ച് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. കറക്റ്റ് ഹെഡ് ഷോട്ട് തന്നെയായിരുന്നു അത്. ഹാർലിക്വിൻ 2 നോക്കിട്ടു, പക്ഷേ കില്ല് കണക്ട് ചെയ്യാനായിട്ടില്ല. ജോക്കർ ഇവിടെ നിൽപ്പുണ്ട്. വിൻഡർ വാണ്ടർ ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിംബസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ലിംബസ് നമ്മുടെ കുട്ടാപ്പിയെ റിവൈവ് ചെയ്യാണ്. ലിംബസും അഹമ്മദും ഗോപ്സും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അഹമ്മദ് ഒരു നെയ്ഡ് ഒരു സ്മോക്ക് കുക്കിയുന്നുണ്ട്. സ്മോക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നെയാണ്. ഒരു സ്മോക്ക് സപ്പോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിവൈവ് ആയിട്ടുണ്ട്. അവർ കവറിൽ കയറിയിരിക്കുകയാണ്. ക്വിഡ്നാപ്പി എന്ന് പറയുന്നുണ്ട്. പിന്നല്ല സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് യു ഗൈസ് ആർ ഗിവിംഗ്. അവിടെ വേറെ അടി നടക്കുന്നുണ്ടല്ലോ എന്റെ മോനെ, ഏതൊരു പിടിയില്ല ഏത് അടിയാണെന്ന്. റെട്രോ പബ്ജി അടിക്കുന്നുണ്ട്. നമ്മുടെ വോൾട്ടേജിന്റെ പിള്ളേരായിട്ട് റെട്രോ പബ്ജി അടിക്കുന്നുണ്ട് എന്റെ മോനെ. ടീം നമ്പർ 25 ടീം നമ്പർ 14 അടിക്കുന്നുണ്ട് എന്റെ മോനെ. നമ്മുടെ പ്രബി അടിച്ച് നമ്മുടെ റെട്രോ പബ്ജി അടിച്ച് നോക്കിയിരിക്കുകയാണ്. റെട്രോയുടെ പിള്ളേർ ഫുൾ ഓൺ പവർ തന്നെയാണുള്ളത്. നമ്മുടെ 555 നമ്മുടെ ബ്ലൂവിന് അടിക്കുന്നുണ്ട്. റെട്രോ പബ്ജി ചാൻസ് ഇല്ലാണ്ടായിപ്പോ 2 പ്ലേയേഴ്സ് മാത്രമാണ് അവർ ജോയിൻ ചെയ്തത്. അവർക്ക് ലക്കില്ലാണ്ടായിപ്പോ അവർ 2 പേരാണ് വൈപ്പ് ചെയ്തിരുന്നത്. ഒരാൾ ഫിനിഷ് ആയെന്ന് തോന്നുന്നു. അതെ, നമ്മുടെ ടീം വോൾട്ടേജിൽ ഒരു പ്ലെയറിന് ഒരു ഫിനിഷ് ആയിട്ടാണ് പോയത്. 2 പ്ലേയേഴ്സ് നോക്ക്ഡൌൺ ആയിരുന്നു, പക്ഷേ ലക്കില്ലാണ്ടായിപ്പോയി.
എനിവേ നമ്മുടെ റെട്രോയുടെ പിള്ളേരെ ഒന്നും പേടിക്കേണ്ട, നമുക്ക് നാളെ തന്നെ തിരിച്ച് ഫുൾ ഓൺ പവർ തന്നെ വരാം. സ്പെക് ബാറ്റ്സാർ എന്ന് പറയുന്നുണ്ട്. ബാറ്റ്സാർ ഇവിടെ ഉണ്ടല്ലോ. ഓ നമ്മുടെ ലോക്കി അവിടെ നമ്മുടെ ബാറ്റ്സർ ഒട്ടൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക്കി അവിടെ അടിച്ച് നോക്കിയിരിക്കുകയാണ്. തൊട്ടടുത്തേക്ക് നമ്മുടെ കർമ്മയുടെ പിള്ളേർ എത്തുന്നുണ്ട്. കർമ്മയുടെ RRT6ഉം എൻഫോഴ്സറൊക്കെ എത്തുന്നുണ്ട്. അവിടെ ലോക്കി റിവൈവ് ചെയ്തെടുത്തിരിക്കുകയാണ്. ബാറ്റ്സർ അപ്പുറം തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടീം വോൾട്ട് ബ്ലൂ നമ്മുടെ നൊട്ടോറസിന് അടിക്കുന്നുണ്ട്. ബ്ലൂ നമ്മുടെ നൊട്ടോറസിന് AWM വെച്ച് അടിച്ച് നോക്ക് ചെയ്ത് വൈപ്പ് ചെയ്തിരിക്കുകയാണ് അവിടെ. എൻ്റെ മോനെ അത് പൊളി ഷോട്ട് തന്നെയായിരുന്നു. നൊട്ടോറസിന് 2 പ്ലേയേഴ്സ് മാത്രമുള്ളത്. എന്തായാലും നൊട്ടോറിസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നൊട്ടോറിസ് എന്തായാലും റിവൈവ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്തേക്ക് അവർ വരികയാണ്. വോൾട്ടിൻ്റെ പിള്ളേർ എത്തിയിരിക്കുകയാണ്. വോൾട്ടിൻ്റെ പിള്ളേർ അവിടെ കണ്ടിരിക്കുകയാണ്. അവരെന്തായാലും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് ശരിയായില്ല. നമ്മുടെ നൊട്ടോറിസിനെ ഇപ്പോൾ നൊട്ടോറിസിനെ അടിച്ച് നോക്കിയിരിക്കുക നമ്മുടെ പ്രഭി നമ്മുടെ നൊട്ടോറിസിനെ നോക്കിയിരിക്കുകയാണ്. നൊട്ടോറിസിന് നമ്മുടെ അക്കി അടിക്കുന്നുണ്ട്. നമ്മുടെ പ്രഭി നമ്മുടെ പ്രഭി അടിച്ച് നോക്കി നമ്മുടെ അക്കി. അങ്ങനെ നമ്മുടെ നൊട്ടോറിസും ഷാൻ റാവുത്തറും അതുപോലെ തന്നെ അക്കി അവിടെ ഫിനിഷ് ആയിരിക്കുന്നു. അവർ നല്ലൊരു ഫൈറ്റ് തിരിച്ചു കൊടുത്തായിരുന്നു. പക്ഷേ വോൾട്ടേജിന്റെ പിള്ളേർ ഫുൾ ഓൺ വോൾട്ടേജിൽ വന്ന് ഫ്ലാങ്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് നമ്മുടെ പിയർസിന്റെ പിള്ളേർ എത്തുന്നുണ്ട്. അവർ സോണിലോട്ട് കയറുകയാണ്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും വരല്ല. മാഡിന്റെ പിള്ളേരോട് നിൽപ്പുണ്ട്. ഗോട്ട്ലിയും അതുപോലെ തന്നെ മാരിയും സിൻഡിക്കേറ്റ് ഒരു കില്ലുമായിട്ട് നിൽപ്പുണ്ട്. അടുത്തേക്ക് ഒരു ഫൈറ്റ് വരികയാണ്. നമ്മുടെ പിയർസിന്റെ പിള്ളേർ എത്തുന്നുണ്ടല്ല. തൊട്ടടുത്ത് നമ്മുടെ വോൾട്ടേജിന്റെ പിള്ളേരുണ്ട്. സ്പെക് MGH എന്ന് പറയുന്നുണ്ട്. MGHന് സ്പെക്ക് ചെയ്യാമല്ലോ. MGHന്റെ പിള്ളേർ സ്പെക്ക് ചെയ്ത് കുറെ നേരമായി. MGHന്റെ പ്രാന്തൻ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാസ്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റർ ട്രാക്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ജിഞ്ച ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവിടെ ബാറ്റ്സാർ നമ്മുടെ ബിയോവനത്തിന് അടിക്കുന്നുണ്ട്. ബാറ്റ്സാറിനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ എൻ്റെ പിള്ളേർ. ബാറ്റ്സാർ ഒറ്റൽ പോരാട്ടം നടത്തി വന്നതാണ്. പക്ഷേ ലക്കില്ലാണ്ടായിപ്പോയി. ബാറ്റ്സാർ നമ്മുടെ എൻ്റെ പിള്ളേർ ഒരാളെ നോക്ക് ചെയ്തതാണ്. പക്ഷേ നമ്മുടെ എൻ്റെ പിള്ളേർ 3 പേരുള്ളതുകൊണ്ട് തിരിച്ചടിച്ച് ബാറ്റ്സാർ അവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. നമ്മുടെ ഡെൽറ്റയുടെ പിള്ളേർ നോക്കിയിട്ട് തരാം. ഡെൽറ്റയുടെ പിള്ളേർക്ക് വേറെ കറന്റ് ഫൈറ്റ് ഒന്നുമില്ല. നമ്മുടെ TH06 ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 314 ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഡെൽറ്റ 477 നിൽപ്പുണ്ട്. മർദ്ദംഗ ബോസ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും വരാനില്ല. പോച്ചിങ്കി കാണിക്കാമല്ലോ ബ്രോ. പോച്ചിങ്കിൽ ഇപ്പോൾ നമ്മുടെ എൻ്റെ പിള്ളേർ മാത്രമാണുള്ളത്. നമ്മുടെ ആരൊക്കെയാണുള്ളത്? നമ്മുടെ വിയോവനവും സൈക്കോയും ലോക്കിയും മാത്രമാണുള്ളത്. വിയോവനം 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. സൈക്കോ 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. ലോക്കി 2 കിലോമീറ്റർ നിൽപ്പുണ്ട്. കർമ്മയെ കാണിക്കാം ബ്രോ. കർമ്മയെ കാണിക്കാമല്ലോ. കർമ്മ എവിടെ പോയി? നമ്മുടെ കർമ്മയുടെ പിള്ളേർ കാണിച്ചില്ല. കർമ്മയുടെ 2 പ്ലേയേഴ്സ് എന്നേ ഉള്ളൂ. നമ്മുടെ ബിലീവർ RRT6 മാത്രമാണുള്ളത്. ബിലീവർ RRT6 നിൽപ്പുണ്ട്. ഇനി 14 ടീംസ് സ്റ്റിൽ ലൈവ് ആണ്. 14 പ്ലേയേഴ്സ് ലൈവ് ആണ്. എന്തായി തീരുമെന്ന് കണ്ടറിയുന്നത്. ഇന്നലത്തെ പോലത്തെ ഒരു OP ഫൈറ്റ്സ് തന്നെയാണ് വരാൻ പോകുന്നത്. നമുക്ക് കണ്ടറിയാം. ഒമേഗയുടെ പിള്ളേരും നമ്മുടെ ഡീസൻസിന്റെ പിള്ളേരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. ഹാർലിക്വിൻ സെയിം ബിൽഡിംഗ് തന്നെ ഹോൾഡ് ചെയ്യാണ്. ജോക്കർ അപ്പുറത്തെ ബിൽഡിംഗാണ് ഹോൾഡ് ചെയ്യുന്നത്. നമ്മുടെ വിന്റർ അവിടെ വിന്റർ ഉണ്ടല്ലോ. വിന്റർ ഇവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്. വിന്റർ എന്തോ ഇത് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. പിങ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ലിംബസ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. നമ്മുടെ ബിയറും നമ്മുടെ സ്പിൻസ് ബിയറിനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഫ്യൂസിന്റെ നിൻസിൽ നമ്മുടെ ഫ്യൂസിനെ അടിച്ചിരിക്കുന്നത്. ഫയർ ഓപ്പി നമ്മുടെ പാണ്ഡെ അടിക്കുന്നുണ്ട്. ഫയർ ഓപ്പി അവിടെ നിൻസിലിനെ അടിക്കുന്നുണ്ട്. ഫ്യൂസിന്റെ പിള്ളേർ പിന്നെ അടിക്കുന്നുണ്ടല്ലോ. ഫ്യൂസിന്റെ അടുത്തേക്ക് നമ്മുടെ എൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അല്ല എൻ്റെക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൈപ്പർ ഓപ്പി അടിച്ച് നോക്കിയിരിക്കുകയാണ്. ഫ്യൂസിന്റെ പിള്ളേർ നമ്മുടെ എൻ്റെ പിള്ളേരെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഫ്യൂസിന്റെ പിള്ളേരെ ഫുൾ റിവൈവ് ചെയ്തിരിക്കുകയാണ്. ഫുൾ ടോട്ടൽ 6 സ്കിൽസ് ഉണ്ട്. MWBയും PRS തമ്മിൽ അടിക്കുന്നുണ്ടല്ലോ. MWBയും PRSും നമ്മുടെ PRSന്റെ പിള്ളേർ MWയുടെ പിള്ളേർ ഫുൾ ഔട്ട് പാടെ തന്നെ നമ്മുടെ ഫ്രോസ്റ്റ് അടിച്ച് നോക്കിയുന്നുണ്ട്. നമ്മുടെ MWയുടെ 2 പ്ലേയേഴ്സ് നോക്കാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ PRS അടിക്കുന്നുണ്ട്. ഫ്രോസ്റ്റ് 1 HP ആണ്. ഫ്രോസ്റ്റ് 1 HP നമ്മുടെ PRSന്റെ പിള്ളേർ തീർന്നിരിക്കുകയാണ്. എൻ്റെ മോനെ MWയുടെ പിള്ളേർ ഫുൾ ഓൺ പവർ തന്നെയുണ്ട്. ഫ്രോസ്റ്റ് 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. പപ്പുവിനെ റിവൈവ് ചെയ്തെടുക്കുന്നുണ്ട്. 500 റിവൈവ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ആട് തോമ ഫിനിഷ് ആയിരിക്കുകയാണ്. MWയുടെ പിള്ളേർ ഫുൾ ഓൺ പുറത്തുണ്ട്. പക്ഷേ നമ്മുടെ PRSന്റെ പിള്ളേർ അങ്ങനെ വൈപ്പായിരിക്കുന്നത്. നമ്മുടെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ MGHന്റെ പിള്ളേർ നിൽപ്പുണ്ട്. ഇവിടെ ഭ്രാന്തൻ നിൽപ്പുണ്ട്. മാസ്ക് നിൽപ്പുണ്ട്. മിസ്റ്റർ ട്രാക്ക് നിൽപ്പുണ്ട്. നിഞ്ച നിൽപ്പുണ്ട്. മാഡിന്റെ പിള്ളേർ ആ ഒരു സെയിം പൊസിഷനിൽ തന്നെ വരുന്നുണ്ട്. എൻ്റെ മോനെ മാഡിന്റെ പിള്ളേർ MGHന്റെ പിള്ളേരും തമ്മിലുള്ള ഫൈറ്റിനുള്ള ചാൻസ് അല്ല.
മാഡിന്റെ പിള്ളേരും നമ്മുടെ MWയുടെ പിള്ളേരും തമ്മിലുള്ള ഫൈറ്റിനുള്ള ചാൻസ് ഉണ്ട്. മാഡിന്റെ പിള്ളേർ ഇവിടെ എത്തിയിരിക്കും. 3 vs 3 കോച്ചാണ്. പക്ഷെ അവിടെ ഒരു MJസിന്റെ പിള്ളേർ അവിടെ നിൽപ്പുണ്ട്. ഓൾറെഡി ഒരു ഫൈറ്റ് എടുത്ത് അവർ ഓൾറെഡി ഡാമേജ് ആണ് MWയുടെ പിള്ളേർ. മാഡിന്റെ പിള്ളേർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് വൈപ്പായെന്ന് ചോദിക്കുന്നുണ്ട്. ബ്ലാക്ക് വൈപ്പായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ബ്ലാക്കിന്റെ പിള്ളേർ വൈറ്റൊന്നും ഇല്ല, വൈപ്പായിട്ടില്ല. സിസി അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും കറണ്ട് വരാനില്ല. അവർ സോണിന്റെ എഡ്ജ് പിടിച്ച് കളിക്കും. 2 പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് അവരാകെ വളരെയധികം ശ്രദ്ധിച്ച് കളിക്കുകയാണ്. നമ്മുടെ ഡെൽറ്റയുടെ പിള്ളേർ അടിക്കുന്നുണ്ടല്ലോ. ഡെൽറ്റയുടെ പിള്ളേർ അടിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടാപ്പി മർദ്ദങ്ക ബോസ് ബാക്കി വരുന്നുണ്ട്. ഡെൽറ്റ 4-7 ലിംപസ് ഉണ്ട് ഇവിടെ. ലിംപസിന് റിവൈവ് അവർ ഡ്രോപ്പ് എടുക്കാൻ വന്നതാണ്. ഇവിടെ നമ്മുടെ ലിംപസിനെ നോക്ക്ഡാണ്. അതുപോലെ തന്നെ എനിക്ക് റിവൈവ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. വണ്ടി അടിച്ച് പൊട്ടിക്കാനുള്ള ചാൻസാണ് നടക്കുന്നത്. അവർ വണ്ടി എടുത്ത് പോകുന്നതിനെ നോക്കാം. നല്ല ടാഗ് കൊടുത്തതിനാൽ നല്ല ടാഗ് വരുന്നുണ്ട് അവർക്ക്. നമ്മുടെ ഡെൽറ്റയുടെ പിള്ളേരുടെ ഭാഗത്ത് നമ്മുടെ ഒമേഗ ടീമിന്റെ പിള്ളേർക്കിട്ട് നല്ല ടാഗ് വരുന്നത്. വണ്ടി എടുത്ത് പോവാണ് നല്ല ടാഗ് കൊടുക്കുന്നത്. പക്ഷെ കണക്ട് ആയിട്ടില്ല. അവരെന്തായാലും അവിടെ നിന്ന് സേഫ് ആയിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ തോന്നുന്നത്. അതെ, ഡെൽറ്റ ഗെയിമിംഗ് നല്ലൊരു ടാഗ് കൊടുത്തതാണ്. പക്ഷെ അവർ റിവൈവ് ആതെടുത്ത് അവർ പോയിരിക്കുകയാണ്. അവർക്ക് വേറെ ഫൈറ്റ് ഒന്നും വരാനില്ല. അവർ പോയിരിക്കുകയാണ്. ഷിക്കാരി വണ്ടർ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഡെൽറ്റയുടെ പിള്ളേരുടെ അടുത്ത് തന്നെ ഷിക്കാരി വണ്ടർ ഉണ്ട്. അവർ ഡ്രോപ്പ് എടുക്കാൻ ഡ്രോപ്പിൻ്റെ അകത്തൊന്നുമില്ല. വിന്റർ അങ്ങനെ നമ്മുടെ സോണ് വിടുന്നിരിക്കുകയാണ്. വിന്ററിന് എന്തോ നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു ഇഷ്യൂ. ഹാർലിക്വിനും ജോക്കറും പോകുന്നുണ്ട്. അവിടെ അടുത്തേക്ക് നമ്മുടെ ബ്ലാക്കിന്റെ പിള്ളേർ എത്തുന്നുണ്ട്. ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ബ്ലാക്കിന്റെ പിള്ളേരും നമ്മുടെ ഹാർലിക്ക് നമ്മുടെ ബ്ലാക്ക് ജിന്നിന്റെ ബാക്കിൽ നിന്ന് നോക്ക് ചെയ്തിരിക്കുകയാണ്. ജോക്കർ നമ്മുടെ ബ്ലാക്ക് ജിന്റെ കില്ല് കൺഫേം ചെയ്തിരിക്കുകയാണ്. അവിടെ ബ്ലാക്ക് ജിന്നിന് നമ്മുടെ ബ്ലാക്കിന്റെ ടീം ബ്ലാക്ക് സ്പാരോ മാത്രമുള്ള. തൊട്ടപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഡീസൻസ് ജോക്കർ നമ്മുടെ സ്പാരോയെ അങ്ങനെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിന്റെ ടീമിനാണ് ഡീസൻസ് പിള്ളേർ വൈപ്പ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കിന്റെ പിള്ളേർക്ക് 2 പേർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ചാൻസ് ഇല്ലാണ്ടായിപ്പോയി. കുഴപ്പമില്ല, അവർ നാളെ ഫുൾ ഓൺ പോലെ തന്നെ വരും. ഇവിടെ ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒമേഗ ഗെയിമിന്റെ പിള്ളേർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒമേഗ ഗെയിമിന്റെ പിള്ളേർ വണ്ടി അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. ജോക്കർ നമ്മുടെ അഹമ്മദിനെ അടിച്ച് നോക്കി. അഹമ്മദിനിട്ട് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഡെൽറ്റ 314 നമ്മുടെ മോളിൽ നിന്ന് നമ്മുടെ ഹില്ലിന്റെ മോളിൽ നിന്ന് താഴെ വന്ന് വിടുന്നിരിക്കുകയാണ്. പക്ഷെ റിവൈവ് ചെയ്തെടുക്കും. ഡെൽറ്റയുടെ പിള്ളേർ 4 പേര് സ്റ്റിൽ അലൈവാണ്. പക്ഷേ ജോക്കർ അവിടെ ഒരു ഷോട്ട് കൊടുത്തു. പക്ഷെ എനിക്കൊന്ന് ഫ്രണ്ടിൽ ഇവരുള്ളതുകൊണ്ട് എൻ്റെ കാണിക്കാമല്ലോ ബ്രോ. കാണിക്കാം ബ്രോ. എൻ്റെ സൈക്കോയും ലോക്കിയും മാത്രമാണ് ഇപ്പോൾ. സൈക്കോ 4 കിലോമീറ്റർ നിൽപ്പുണ്ട്. ലോക്കി 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. അവരുടെ അടുത്തേക്ക് നമ്മുടെ ടീം നമ്പർ 4 വരുന്നുണ്ടല്ലോ. MWയുടെ പിള്ളേർ അവിടുത്തെ ഫൈറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അവരെന്തായാലും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. സോണിലോട്ട് കയറിയിരിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ വരുന്നുണ്ട്. പ്ലേ സോണിൽ നമ്മുടെ ഒമേഗ ഗെയിമിലെ ലിംബസ് നോക്കായിരിക്കുകയാണ്. അവിടെ നോക്കായിരിക്കുന്നു. പ്ലേ സോണിൽ നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ വരുന്നുണ്ട്. ഫ്യൂസിന്റെ പിള്ളേരുടെ അടുത്തേക്ക് നമ്മുടെ ഡീസൻസിന്റെ പിള്ളേർ വരുന്നുണ്ട്. ഡീസൻസിന്റെ പിള്ളേർ നമ്മുടെ മാഡിന്റെ മോനെ നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേരാണ്. ഡീസൻസിന്റെ പിള്ളേർ അതൊരു ലോങ് ഷോട്ട് തന്നെയായിരുന്നു. ഒരു നല്ലപോലെ ഡാമേജ് കൊടുത്തായിരുന്നു ഡീസൻസിന്റെ പിള്ളേർ. അങ്ങനെ വൈപ്പായിരിക്കുന്നത്. ഡീസൻസിന്റെ 100 ഷിക്കാരി മാത്രമാണുള്ളത്. ഇതും എനിക്ക് തോന്നുന്നു അവസാനം ഒരു OP ഫൈറ്റ്സ് നടക്കും. അവിടെ MJസിന്റെ പിള്ളേർ നടക്കുന്നുണ്ട്. MJസിന്റെ പിള്ളേർ അടിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. MJസിന്റെ പിള്ളേരായിട്ട് ഒരു അടി നടക്കുന്നുണ്ട്. MJസിന്റെ പിള്ളേർ നമ്മുടെ സാർക്കോ അവിടെ എൻ്റെ സൈക്കോ അടിക്കുന്നുണ്ട്. മാരിയോ അവിടെ ഫ്രോസ്റ്റിന് അടിക്കുന്നുണ്ട്. സാർക്കോ അവിടെ സൈക്കോ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. പ്രവി നമ്മുടെ ലോക്കി അടിച്ച് അങ്ങനെ എൻ്റെ ലൈനപ്പും ഫിനിഷ് ആയിരിക്കുകയാണ്. ടീം വോൾട്ടേ നിപ്പുണ്ട്. ഫ്യൂസിന്റെ പിള്ളേർ നിപ്പുണ്ട് അവിടെ. MJXും ഡെൽറ്റയും തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ. എൻ്റെ മോനെ ഡെൽറ്റയുടെ TH06 വരുന്നുണ്ട്. നമ്മുടെ മാസ്ക് നമ്മുടെ ഭ്രാന്തൻ അവിടെ നോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ TH06 മാസ്ക് നോക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മർദ്ദങ്ക ബോസ് നോക്ക്ഡൌൺ. അവിടെ ഡ്രാഗനെ അവിടെ നമ്മുടെ ഡെൽറ്റ 477 നോക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി 314ഉം 477 ഉള്ളത്. നമ്മുടെ MJXന്റെ 2 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ ഡെൽറ്റയുടെ 2 പ്ലേയേഴ്സ് ഉണ്ട്. നമ്മുടെ മിസ്റ്റർ ഡ്രാഗൻ അവിടെ ഫിനിഷ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മുടെ മാസ്ക് നമ്മുടെ 477 ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഡെൽറ്റ 314നെ നമ്മുടെ മാസ്ക് അവിടെ നോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ഡെൽറ്റയുടെ പിള്ളേർ നമ്മുടെ മാസ്കിന്റെ MJXന്റെ പിള്ളേർ ഫിനിഷ് ചെയ്തിരിക്കണം. മിസ്റ്റർ ഡ്രാഗ് പോയെങ്കിലും ഒരു 3 പ്ലേയേഴ്സ് കൂടി നമ്മുടെ ഡെൽറ്റയുടെ പിള്ളേർ വൈപ്പ് ചെയ്തു. ഡെൽറ്റയുടെ പിള്ളേർ നല്ല ഫുൾ ഓൺ പവർ വന്നതായിരുന്നു. പക്ഷെ ഇന്നും അവർക്ക് ലക്കില്ല. കാരണം അവർ ഓൾറെഡി സോൺ ഔട്ട് ആയിട്ട് വന്നതായിരുന്നു. പക്ഷെ നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷെ നമ്മുടെ MJXന്റെ പിള്ളേർ നല്ലപോലെ അത് കവർ ചെയ്ത് കളിച്ചു. കുഴപ്പമില്ല. ഡെൽറ്റയുടെ പിള്ളേർ നാളെ ഫുൾ ഓൺ പവർ തന്നെ വരും നമുക്ക് വിശ്വസിക്കാം.
ഫ്യൂസിന്റെ പിള്ളേർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂസിന്റെ ഒപ്റ്റിമസ് 4 കിലോമീറ്റർ നിൽപ്പുണ്ട്. എമിസ്കോട്ട് ബൈറ്റ് 2 കിലോമീറ്റർ നിൽപ്പുണ്ട്. സ്പൈറോ 6 കിലോമീറ്റർ നിൽപ്പുണ്ട്. വൈപ്പറോപ്പി നിൽപ്പുണ്ട്. അവിടെ സാർക്കോ നമ്മുടെ ഷിക്കാരി അടിച്ച് നോക്കിയിരിക്കുകയാണ്. ഹണ്ടർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. ഹണ്ടർ നമ്മുടെ പ്രഭിയെ നോക്കിയിരിക്കുകയാണ്. ഷിക്കാരിക്കിട്ട് നല്ല ടാക്ക് ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. ഹണ്ടർ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രഭിയെ എനിക്ക് റിവൈവ് ചെയ്തെടുക്കുമെന്നൊന്നുമില്ല. പ്രഭി റിവൈവ് നോക്കായിരിക്കുകയാണ്. പ്രഭിയുടെ കില്ല് നമ്മുടെ ഹണ്ടർ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇതെനിക്ക് ഒന്നുമില്ല. ഹണ്ടർ അങ്ങനെ നമ്മുടെ ഡീസൻസിന്റെ പിള്ളേർ നമ്മുടെ വോൾട്ടേജിന്റെ പിള്ളേർ തീർത്തിരിക്കുകയാണ്. വോൾട്ടേജിന്റെ 2 പ്ലേയേഴ്സ് മാത്രമാണുള്ളത്. എന്റെ മോനെ 3 ടീംസ് നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേരും MGHന്റെ പിള്ളേരും അതുപോലെ തന്നെ നമ്മുടെ വോൾട്ടേജിന്റെ പിള്ളേരും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്. എമിസ്കോട്ട് ആയിട്ട് നിൽപ്പുണ്ട്. സ്പൈറോ നിൽപ്പുണ്ട്. എനിക്കൊന്ന് MGHനെ കണ്ടിരിക്കുകയാണ്. നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. M24 ഇട്ട് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കണക്ട് ആവുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബ്ലൂ 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. സാർക്കോ 4 കിലോമീറ്റർ നിൽപ്പുണ്ട്. ഭ്രാന്തൻ 0 കിലോമീറ്റർ നിൽപ്പുണ്ട്. മാസ്ക് 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. ലിഞ്ച 2 കിലോമീറ്റർ വണ്ടി അടിച്ച് പൊട്ടിക്കുകയാണ്. അവർക്ക് നല്ല ടാഗ് വരികയാണ്. ഫ്യൂസിന്റെ പിള്ളയുടെ ഭാഗത്ത് നല്ല ടാഗ് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്റ്റിമസ് 4 കിലോമീറ്റർ നിൽപ്പുണ്ട്. എമിസ്കോട്ട് ബൈറ്റ് ഇവിടെ നിൽപ്പുണ്ട്. സ്പൈറോപ്പി നമ്മുടെ ഭ്രാന്തൻ അടിച്ച് നോക്കിയിരിക്കണം. ആ കില്ല് കൺഫേം ചെയ്യും. ബ്ലൂ സൈഡിൽ നിന്ന് നമ്മുടെ മാസ്കിന് അടിക്കുന്നുണ്ട്. എമിസ്കോട്ട് ബൈറ്റ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്പൈറോപ്പി ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സ്പൈറോപ്പി അവർ പക്ഷേ ഇതിന്റെ കവറിലായതുകൊണ്ട് സുഖമായിട്ട് അവരെടുക്കും. കണക്ട് ആവുന്നില്ല. ടീം വോൾട്ടേജ് എന്തായാലും നമ്മുടെ ഫ്യൂസിന്റെ പ്ലെയർ കണ്ടിരിക്കുകയാണ്. ടീം വോൾട്ടേജ് സാർക്കോ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലൂവിനിട്ട് നല്ല ടാഗ് വരികയാണ്. നമ്മുടെ വോൾട്ടേജിന്റെ പ്ലെയർ കിട്ടുന്ന നല്ല ടാഗ് വരികയാണ്. അത് പക്ഷേ എനിക്ക് കണക്ട് ആവാൻ തോന്നുന്നില്ല. ഇപ്പോൾ കറന്റ് ഇവിടെ നടക്കുന്ന 2 പ്ലേസ് അപ്പുറത്ത് നോക്കുന്നുണ്ട്, 2 പ്ലേസ് ഇപ്പുറത്ത് നോക്കുന്നുണ്ട്. വോൾട്ടേജിന്റെ പിള്ളേർ എന്തായാലും കണ്ടിരിക്കുകയാണ്. നമ്മുടെ സാർക്ക് ബ്ലൂ നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അവിടെ MGHന്റെ പ്ലെയർ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടക്കുന്നുണ്ട്. നമ്മുടെ സാർക്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ടാഗ് ഒരു എൻ്റെ മോനെ ബ്ലൂ നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അധികം ഫൈറ്റ് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ നല്ലൊരു ഡാമേജ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ബ്ലൂവിനിട്ട്. നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ ഇന്ന് ഫുൾ ഓൺ പവർ തന്നെയാണുള്ളത്. അപ്പോൾ സ്ട്രീം കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് അടിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അത്യാവശ്യം. കാരണം 3 ടീംസ് മാത്രമല്ല. നമ്മുടെ MGHന്റെ പിള്ളേർ കൊണ്ടുപോകും ഇന്നത്തെ ഡിന്നർ. അതുപോലെ തന്നെ ഫ്യൂസിന്റെ പിള്ളേർ കൊണ്ടുപോകുമോ അതോ ഇനി നമ്മുടെ ബ്ലൂവിനിട്ട് വീണ്ടും ഒരു ടാഗ് വന്നിരിക്കുകയാണ്. ഒരു OP നീടാണ് വന്നിരിക്കുന്നത്. നല്ലപോലെ കണക്ട് ആയിട്ടുണ്ട്. സാർക്കോടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോണിന്റെ പുറത്താണ് അവരുള്ളത്. ഇനി കറണ്ട് നമ്മുടെ സോണിലുള്ള നമ്മുടെ MGHന്റെ പിള്ളേരാണ് സോണിലുള്ളത്. ഫ്യൂസിന്റെ പിള്ളേരും കയറി വരുന്നുണ്ട്. അവർ വണ്ടി എടുത്തിരിക്കുകയാണ്. ഫ്യൂസിന്റെ പിള്ളേർ വണ്ടി എടുത്തിരിക്കുകയാണ്. ഫ്യൂസിന്റെ പിള്ളേർ കിட்ட നല്ല ടാഗ് വരുന്നുണ്ട്. നമ്മുടെ ഫ്യൂസിന് ഫയർ ഓപ്പി സാർക്കോ അടിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ MGHന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അടിക്കുന്നുണ്ട്. സാർക്കോ നോക്കാണ്. അവിടെ ബ്ലൂവിനെ റിവൈവ് ചെയ്തെടുക്കുന്നുണ്ട്. MGHന്റെ പിള്ളേർ ഇവിടെ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവരെന്തായാലും സോണിന്റെ അടുത്ത് തന്നെയാണ്. അവർക്ക് ഇനി 3 ടീംസിന് സോണിലോട്ട് കയറണമല്ലോ. എന്റെ മോനെ ഇത് എന്തായിത്തീരുന്ന അറിയാം. വൈപ്പർ ഓപ്പി കിട്ടും നല്ല ടാഗ് വരുന്നുണ്ട്. MGHന്റെ ഭാഗത്തു നിന്നും നല്ലൊരു ടാഗ് വന്നിരിക്കുകയാണ്. ടീം വോൾട്ടേജിന്റെ ഭാഗത്തു നിന്നും 9 പ്ലേയേഴ്സ് സ്റ്റിൽ അലൈവാണ്. നമ്മുടെ ഫ്യൂസിന്റെ 4 പ്ലേയേഴ്സും ഉണ്ടെന്ന് തോന്നുന്നു. 4 പ്ലേയേഴ്സ് ഉണ്ട്. നല്ല ടാഗ് വീണ്ടും വരുന്നുണ്ട്. നമ്മുടെ വോൾട്ടേജിന്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ഒരു ടാഗ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കണക്ട് ആവുന്ന ഡാമേജ് ആണ്. അവർ ഫ്യൂസിന്റെ പിള്ളേർ ഡാമേജ് ആണ്. ടീം വോൾട്ടേജ് 2 പ്ലേയേഴ്സ് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു മൂവ്മെന്റ് ആണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ശ്രദ്ധിച്ച് കളിക്കുന്നുണ്ട്. ഡിഞ്ച ഇവിടെ ഓപ്പൺ കിടപ്പുണ്ട്. ഡിഞ്ച എന്തായാലും ഇപ്പുറത്തുനിന്ന് ഫ്യൂസിന്റെ 2 പ്ലേയേഴ്സും കൂടി ഫ്ലാങ്ക് ചെയ്ത് വന്നിരിക്കുകയാണ്. എൻ്റെ മോനെ ഭ്രാന്തൻ കണ്ടിരിക്കുകയാണ്. നമ്മുടെ എമിസ്കോഡിനെയും ഒപ്റ്റിമിസിനെ കണ്ടിരിക്കുകയാണ്. ഭ്രാന്തൻ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. സ്പൈറോപ്പിയും വൈപ്പറോപ്പിയും അപ്പുറത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. മാസ്ക് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവസാനം എന്തായി തീരുമെന്ന് നമുക്ക് കണ്ടതിനറിയണം. ക്ലോസിംഗ് മൊമെന്റ്സ് ആണ്. നമ്മുടെ ബ്ലൂ എന്തായാലും ഫ്രണ്ടിലോട്ട് കയറുന്നുണ്ട്. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് തന്നെയാണ്, ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഒപ്റ്റിമസ് വണ്ടി എടുത്ത് കറങ്ങാനുള്ള ചാൻസ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സോളിന്റെ മൂവ്മെന്റ് പോലെയാണോ? അല്ല, ഒപ്റ്റിമസ് വണ്ടി എടുത്ത് ഒരു കവർ പോലെ ഇട്ട് കയറിയിരിക്കുകയാണ്. അവിടെ ബ്ലൂ നമ്മുടെ ലിഞ്ചയെ കണ്ടിരിക്കുകയാണ്. ലിഞ്ച അടിച്ച് നോക്കിയിരിക്കുകയാണ്. ലിഞ്ചയുടെ കില്ല് കൺഫേം ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. തിരിച്ചു വരുന്നുണ്ട് നമ്മുടെ ബ്ലൂ. നമ്മുടെ ലിഞ്ച അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ബ്ലൂവിനിട്ട് നല്ല ടാഗ് വരുന്നുണ്ട്. അവിടെ സാർക്കോ നോക്കാണ്. സാർക്കോയെ നമ്മുടെ ഒപ്റ്റിമസ് നോക്കിയിരിക്കുകയാണ്. ഭ്രാന്തൻ MGHന് വേണ്ടി ഭ്രാന്തനും മാസ്കോണുള്ളത്. മാസ്കോ ഓൾറെഡി സോൺ ഔട്ടാണ്. സാർക്കോ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. മാസ്ക് അവിടെ വൈപ്പറിനെ അടിച്ച് നോക്കിയുന്നുണ്ട്. മാസ്ക് അവിടെ നോക്ക്ഡൗൺ. ഭ്രാന്തൻ ഇട്ട് നല്ല ടാഗ് വരുന്നുണ്ട്. MGHന്റെ പിള്ളേർ അവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ നമ്മുടെ വോൾട്ടേജിന്റെ പിള്ളേരും തമ്മിലുള്ള മത്സരമാണ് നടക്കാൻ പോകുന്നത്.
ടീം വോൾട്ടേജ് വേഴ്സസ് ടീം ഫ്യൂസ് ആണ്. ഫ്യൂസിന്റെ 3 പ്ലേയേഴ്സും അലൈവായിട്ടുണ്ട്. ഫ്യൂസിന്റെ 3 പ്ലേയേഴ്സ് അലൈവായിട്ട് തന്നെയുണ്ട്. ഫ്യൂസിന്റെ പിള്ളേർ കൊണ്ടുപോകുമോ അതോ നമ്മുടെ വോൾട്ടേജിന്റെ ബ്ലൂ കൊണ്ടുപോകുന്നു കണ്ടു തന്നെ അറിയുമോ. ഒപ്റ്റിമസും എമിസ്കോട്ട് ബൈ ടീം സ്പൈറോ OP നിൽപ്പുണ്ട്. അതുപോലെ തന്നെ OP വരുന്നുണ്ട്. നല്ലപോലെ കണക്ട് ആയിട്ടിരിക്കുകയാണ്. ഫ്ലാങ്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എല്ലാവരും മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആര് കൊണ്ടുപോകും? ടീം വോൾട്ടേജ് കൊണ്ടുപോകുമോ അതോ നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ കൊണ്ടുപോകുമോ? നമുക്ക് ഓരോ പ്ലേയേഴ്സായിട്ട് ചെക്ക് ചെയ്ത് തരാം. ഒപ്റ്റിമസ് 5 കിലോമീറ്റർ നിൽപ്പുണ്ട്. എമിസ്കോട്ട് വെയിറ്റ് 3 കിലോമീറ്റർ നിൽപ്പുണ്ട്. സ്പൈറോപ്പി നിൽപ്പുണ്ട്. ടീം സ്പൈറോപ്പി നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഒരു റാൻഡം സ്പ്രേ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കണക്ട് ആവുന്നില്ല. പൊസിഷൻ മാറിയിരിക്കുകയാണ്. നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഓ എൻ്റെ മോനെ, ബ്ലൂവിനെ നമ്മുടെ ആരാണ് അടിച്ച് തീർത്തിരിക്കുന്നത്? ബ്ലൂവിനെ അടിച്ച് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫ്യൂസിന്റെ പിള്ളേർ. അങ്ങനെ ഇന്നത്തെ ഡിന്നറും കൊണ്ടുവരികയാണ്. അവർ ഫുൾ ഓൺ പവർ തന്നെയാണുള്ളത്. ഇന്നത്തെ ഡിന്നർ നമ്മൾ കൊണ്ടുവരിക്കുന്നത് ഫ്യൂസിന്റെ പിള്ളേർ തന്നെയാണ്. ഫ്യൂസിന്റെ പിള്ളേർ അവരുടെ പേര്, അവരുടെ ആ ഒരു ടീമിന്റെ ഒരു പവർ അവരെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഡിന്നർ കൊണ്ടുവരിക്കുന്നത് ഫ്യൂസിന്റെ പിള്ളേർ തന്നെയാണ്. അവർ മൊത്തം എടുത്തിരിക്കുന്നത് 11, 15, 16 കില്ലാണ് അവർ വാരിക്കൂട്ടിയിരിക്കുന്നത്. 16 കിൽസാണ് ഫ്യൂസിന്റെ പിള്ളേർ എടുത്തിരിക്കുന്നത്. നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ആയത്